വീടിൻ്റെ ഒരു ഇൻട്രോ. ഇത് മൊത്തം തിരക്കാണ്ട് ഒരു വീഡിയോ ഒരു ഫോട്ടോ മാത്രമേ എനിക്ക് ഇടാൻ പറ്റുള്ളൂ. ഇനി വീഡിയോ ഒക്കെ കിട്ടാൻ കുറച്ചും കൂടെ ടൈം എടുക്കും. അപ്പോൾ ഒരു ഇൻട്രോ വീഡിയോ ഞാൻ തന്നെ ചെയ്യാം എന്ന് വിചാരിക്കുന്നു. അതിനുവേണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് ഞങ്ങളെ സൈഡ് വ്യൂ ആണ്. നമ്മൾ ജിയോളജി സർവേയുടെ ഓപ്പോസിറ്റാണ് എൻ്റെ വീട് വരുന്നത്. ഇതാണ് വീടിൻ്റെ സൈഡ് വ്യൂ. സൈഡ് വ്യൂ എന്ന് പറഞ്ഞാൽ ഇതും നമ്മളൊരു മെയിൻ വഴി തന്നെയാണ്. മെയിൻ വഴിയാണ്. ഗേറ്റ്. പിന്നെ ഇതിൽ ഏറ്റവും ഭംഗിയുള്ള എൻ്റെ ഒരു ആഗ്രഹിച്ച് ചെയ്തൊരു ഐഡിയ ആണ്. അതിൽ ലൈറ്റും ഫ്ലവറിൻ്റെ തന്നെ കൊടുക്കാം. കാരണം പ്ലാന്റ്സ് ആണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. ഇഷ്ടംപോലെ പ്ലാന്റ്സ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒരു അട്രാക്ഷൻ കൂടെ ഇതിലുണ്ട്. ഓട്ടോമേഷനാണ് ഈ വീട് ഫുള്ള് ഞാൻ ഓട്ടോമേഷൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഗേറ്റും എല്ലാം രണ്ട് സൈഡ് ഗേറ്റും നമ്മളെ സെൻസർ ഓപ്പണിങ് എല്ലാം ആണ്. ഇത് നമ്മളെ കാർ പോർച്ച്. അത് കഴിഞ്ഞ് ഇത് വരുന്നത് നമ്മളെ ഗാർഡൻ ഏരിയ. പിന്നെ പിള്ളേർ കളിക്കാൻ കൂടി സ്പോട്ടാണ് ഇത് കൂട്ടി കാണിച്ചിരിക്കുന്നത്. കുറച്ചുണ്ട് ചെറിയ ഊഞ്ഞാലും. ഇതൊരു കിണറാണ്. കിണറിന് നമുക്ക് ഇരിക്കുന്ന ഒരു പൊസിഷനാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മളെ ഗാർഡൻ, നമ്മൾ ബുദ്ധൻ. അത് കഴിഞ്ഞ് ഇതുവഴി നമുക്ക് മോളിൽ പോകാം. അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. മരത്തിന് സ്പോട്ട് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് നാച്ചുറലി അവിടെ ഉണ്ടായിരുന്ന മരമായിരുന്നു. ഇതാണ് ഫ്രണ്ട് പോർഷൻ. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു സൈഡിൽ ഒരു വഴി കയറാനുള്ള പോർഷൻ. കാർ പോർച്ച് വെട്ടമില്ലായിരുന്നു. ഞാൻ ലൈറ്റ് ഇട്ടില്ലായിരുന്നു. ലൈറ്റിന് ഓരോ റൂമിൽ പോകുമ്പോൾ ഇടേണ്ടതാണ്. ഇതും നമ്മുടെ ടാറ്റയുടെ സ്റ്റീൽ ഡോറാണ്. വിത്ത് ഡിജിറ്റൽ ലോക്കാണ്. ഇത് ഫുൾ ഓട്ടോമേറ്റഡ് ആയതുകൊണ്ട് ഫുള്ളി ഡിജിറ്റലുള്ള കളിയാണ്. ലോക്കിംഗ് സിസ്റ്റം എല്ലാം ഡിജിറ്റലുള്ള കളിയാണ്. പിന്നെ ഇതാണ് നമ്മുടെ താഴത്തെ പോർഷൻ. താഴെ ഇവിടെ ഒരു ബാത്റൂമും ഒരു ജിം സ്പേസ് ആയിരുന്നു. ഇപ്പം ഞാനൊരു പുതിയ ഇൻട്രോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ ചേഞ്ച് ചെയ്ത് ഓഫീസ് റൂം ആക്കാനുള്ള പ്ലാനാണ്. ഞാൻ തിയേറ്ററിൻ്റെ ഒരു ഓൺ പ്രോപ്പർട്ടി ബിസിനസ് തുടങ്ങാനുള്ള ഒരു പ്ലാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതാണ് ഫസ്റ്റ് റൂം എന്ന് പറഞ്ഞാൽ ഓഫീസ് റൂം പ്ലസ് തിയേറ്റർ സ്പേസ്. പിന്നെ ലിഫ്റ്റ് ഉണ്ട്. ലിഫ്റ്റ് താഴെ നിന്ന് 4 നിലയിൽ നമുക്കൊരു ഗസിബി ഉണ്ട് മുകളിൽ. അതുവരെ പോകുന്നതാണ്. പിന്നെ ഉള്ളത് ഇത് മെയ്ഡ് റൂമാണ്. മെയ്ഡിൻ്റെ റൂമാണ്. അവർക്കുള്ള സ്പേസ് ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇത് വരുന്നത് എൻ്റെ ഫേവറേറ്റ് പ്ലേസായ അറ്റ്മോസ് ഡോൾബി വരുന്ന ഹോം തിയേറ്ററാണ്. എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് പ്ലേസ് ഡോൾബി അറ്റ്മോസ് 7.2.4. ഈ വീടിൻ്റെ ഒരു അട്രാക്റ്റീവ് പാർട്ടാണ്. ഇതിൻ്റെ ഡെമോ ഞാൻ കാണിക്കുകയാണെങ്കിൽ വീഡിയോ ഇനി ഇതൊക്കെ ചെയ്യേണ്ടി വരും. പൈറസി അതിൻ്റെയൊക്കെ എഫക്റ്റ് വരും. ഇതൊരു ഉഗ്രൻ സെറ്റപ്പാണ്. ഇതാണ് ഞങ്ങളുടെ ന്യൂ പ്ലാൻ ഓഫ് ജോബ്. ഇതാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന തിയേറ്റർ. ഇത് ശകലം നല്ല റേഞ്ചുള്ള തിയേറ്ററാണ്. കാരണം ഇതിൽ 4.4 എന്നുണ്ട്. ഇതിൽ നമുക്ക് 1, 2, 3, 4 സ്പീക്കേഴ്സ് ചുറ്റിനും വരും. പിന്നെ 4 സ്പീക്കർ അറ്റ്മോസ് ആയിട്ട് വരും. 4 സ്പീക്കർ വരും. പിന്നെ അല്ലാതെ ഈ സ്ക്രീനിൻ്റെ പുറകെ 3 സ്പീക്കർ വരും. പിന്നെ അല്ല 2 12 ഇഞ്ചിൻ്റെ സബ് വരും. ഇത് ഡെമോ വീഡിയോ ഞാൻ ഇടയ്ക്ക് 1 പ്രാവശ്യം ഇട്ടായിരുന്നു. അതിൻ്റെ ഒരു ഡെമോ വീഡിയോ ഞാൻ ഇടുന്നതാണ്. ഇതാണ് ഏകദേവിൻ്റെ വീട്ടിലെ തിയേറ്റർ. എനിക്ക് വൺ ഓഫ് ദ ഫേവറേറ്റ് സ്പോട്ടാണ് എൻ്റെ അണ്ടർഗ്രൗണ്ട് പ്ലാന്റ്. ഒറിജിനൽ ട്രീ ആണ്. ഞാൻ പറഞ്ഞു എനിക്ക് ട്രീസ് ഇഷ്ടമാണ്. ഇത് ഒറിജിനൽ ട്രീ. ഇത് ഞങ്ങൾ നേരെ ഫ്രണ്ടിൽ അതൊരു ഹൈറ്റിൽ ഞാൻ പോവുകയാണ്. ഈ ഹൈറ്റ് ഞാൻ ഏറ്റവും മുകളിൽ വരെ പോകുന്നുണ്ട്. അവിടെ ഒരു കുട്ടി കൃഷ്ണനാണ് നമ്മുടെ ഫേവറേറ്റ്. എല്ലായിടത്തും മിക്കയിടത്തും കൃഷ്ണനെ കാണാൻ പറ്റും. ആ ഒരു സ്പോട്ടാണ്. സ്റ്റെപ്പ് കയറി മുകളിലാണ്. സ്റ്റെപ്പെല്ലാം ഓട്ടോമേഷനാണ്. സെൻസർ ചെയ്തിട്ടുണ്ട്. നമ്മൾ സെൻസ് ചെയ്യുമ്പോഴേക്കും നമ്മളെ ലൈറ്റ് ഓണാവും. ലൈറ്റ് ഓണി നമ്മൾ മുകളിലെത്തി. ഇതാണ് നേരെ വരുന്ന ഡൈനിങ് സ്പേസിലാണ്. ഇതാണ് എൻ്റെ സ്വന്തം ഏകദേവ്. ഇതാണ് എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് തന്നെ. ഇനിയും ഉണ്ട് കേട്ടോ. ലൈറ്റ്സ് ഒന്നും അധികം ഓൺ ചെയ്തിട്ടില്ല.
ഇനി ഒരു ഫുൾ ലൈറ്റിൻ്റെ വീഡിയോ ആണ് ഇന്നലെ ഞാൻ ഫോട്ടോ ഇട്ടത്. ഇതാണ് ഫ്രണ്ട് തന്നെ. ഇതൊരു പോർഷൻ നമുക്ക് ചുമ്മാ ഇരിക്കാൻ വേണ്ടി കുറച്ച് പോർഷൻ ചെയ്തിട്ടുണ്ട്. പിള്ളേർക്കൊക്കെ ഒരു ഇഷ്ടപ്പെടാൻ വേണ്ടി ചില സ്പേസ് ഇട്ടിട്ടുണ്ട്. അതല്ലാതെ ഫ്രണ്ട് ഏരിയ അതിനെ കൂടെ ചേർന്നൊരു പോണ്ട് ചെയ്തിട്ടുണ്ട്, കോയ് ഫിഷിൻ്റെ പോണ്ട്. അതിൻ്റെ കുറച്ച് ഗാർഡൻ, ഇവിടുത്തെ ചെറിയൊരു ഗാർഡൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഫിഷുണ്ട്, കോയ് ഫിഷുണ്ട്. അതിന് സ്മോൾ വാട്ടർ ബോഡി ചെയ്തിട്ടുണ്ട്. വാട്ടർ ബോഡി എലമെൻ്റായിട്ട് ഇതിൽ ഈ സെക്ഷനിൽ നമുക്ക് കുറച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന നമ്മുടെ വെട്ടത്തിൻ്റെ ഇതിൽ കുറച്ച് ഗപ്പി അങ്ങനത്തെ ഇട്ടിട്ടുണ്ട്. പിന്നെ വരുന്ന സ്ഥലം എല്ലാം ഓട്ടോമേഷൻ്റെ ഭാഗമായിട്ട് ഇവിടെയും ഡിജിറ്റൽ ലോക്കാണ് വരുന്നത്. അതുകൂടാതെ ഇത് തന്നെ ഷൂ റാക്ക് തന്നെ സ്ഥലമാണ്. അത് നമുക്ക് ഇൻട്രോ അകത്ത് കയറാം. ലിവിങ് സ്പേസ് ആണ്. ഇതാണ് നമ്മുടെ ലിവിങ് സ്പേസ്. ചെറിയൊരു ഗാർഡൻ പോലെ ചെയ്തിട്ടുണ്ട്. നല്ല ഒറിജിനൽ പ്ലാന്റ്സ് ആണ്. ഗണപതി കൃഷ്ണൻ, ഞാൻ പറഞ്ഞില്ല, കൃഷ്ണൻ എവിടെയും സ്പോട്ട് ചെയ്യണതാണ്. ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്ന ഗിഫ്റ്റുമാണ്. ഇത് ഡെക്കോർ വാളാണ്. അതുപോലെ പിന്നെ ഒരു ആഗ്രഹത്തിൻ്റെ ഉള്ള ഊഞ്ഞാലാണ്. പിന്നെ ഡൈനിങ് സ്പേസ്, സ്മാർട്ട് ലൈറ്റാണ് ഡെക്കോർ കഴിഞ്ഞിട്ട്. ഇതാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്ന ഡൈനിങ് സ്പേസ്. ആ ഫാൻ ഒരു സ്മാർട്ട് ഫാനാണ്. പിന്നെ വരുന്നത് ഷോ കിച്ചണാണ്. ഇന്നലത്തെ അതായത് കഴിഞ്ഞിട്ടുള്ളതെങ്കിൽ വാട്ടർ ബോട്ടിലൊക്കെ ഇരിക്കുന്നത് അതൊന്നും നോക്കണ്ട. ഇതൊരു ഡൈനിങ് സ്പേസ്. ഡൈനിങ് സ്പേസ് കഴിഞ്ഞുകൊണ്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോർണർ. അത് കഴിഞ്ഞ് നമ്മൾ ഷോ കിച്ചണാണ്. ഇതിപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മളെ വാഷേഴ്സാണ്. ട്രെൻഡിങ് വാഷേഴ്സാണ്. അത് പൈപ്പായിട്ട് ഉപയോഗിക്കാം, മറ്റേ പാത്രം കഴുകുന്ന ഉപയോഗിക്കാം. അതല്ലാതെ ഫിൽറ്ററേഷൻ വരുന്നുണ്ട്. അതിന് ഗ്ലാസ് ചെയ്യാനുള്ള ഓപ്ഷൻ, നമ്മൾ ഗ്ലാസ് മറ്റേ പഴയ പോലെ ഗ്ലാസ് ചെയ്യാനുള്ള ഓപ്ഷൻ, ലിക്വിഡ് അങ്ങനെയെല്ലാം വരും. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ ഫിൽറ്ററൈസേഷൻ വരുന്നത് അകത്ത് തന്നെ വരും. അപ്പോൾ നമുക്കിതൊന്നും വെളിയിൽ കാണില്ല. ആ ഷോ അതേപോലെ വയ്ക്കാം. പിന്നെ ഒരു ഐസ്ട്രോയുടെ വാരമാണ്. പണ്ടത്തെ ഷോക്കേസ് മോഡൽ പോലെയാണ്, പക്ഷേ ഐസ്ട്രോ ഒരു ഉഗ്രം ബ്രാൻഡാണ്. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡാണ് അരിസ്ട്രോ. കാരണം അതിൻ്റെ ആ അരിസ്ട്രോയ്ക്ക് അതിൻ്റെ ക്വാളിറ്റി, ആ ക്വാളിറ്റി ആൻഡ് ഫിനിഷിങ് സമ്മതിക്കുക. ഇതാണ് നമ്മുടെ വർക്കിംഗ് കിച്ചൺ. ഇതും എല്ലാം അതേ സെയിം തന്നെയാണ്. സ്മാർട്ട് മറ്റതുപോലെയല്ല, ഇത് വേറെ നമുക്ക് ഓപ്ഷൻ ഇപ്പോഴത്തെ ടെക്നോളജി എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിൽ ഇപ്പോൾ വരുന്ന നമ്മളെ എല്ലാ ടെക്നോളജിയും ഞാൻ മാക്സിമം ഉപയോഗിച്ചിട്ടുണ്ട്. പുതിയ ടെക്നോളജീസ്, പുതിയ കണ്ടുപിടുത്തങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട്. നമുക്കിത് മറ്റേ മിക്സി അങ്ങനത്തെ ഐറ്റം വയ്ക്കാമെന്നുള്ള സ്പേസാണ്. ഷട്ടറാണ് തന്നെ. പിന്നെ അല്ലാതെ ഇവിടെ കോർണറിൽ എന്തെങ്കിലും ഒരു സാധനം വെച്ച് നമുക്ക് എടുക്കാൻ പറ്റില്ല. അത് നമ്മളൊരു മെയിൻ പ്രോബ്ലം ആയിരുന്നു. അത് സോൾവ് ചെയ്യാൻ വേണ്ടിയുണ്ട്. കോർണർ സ്പേസ് സോൾവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് കോർണറിലേക്ക് നമുക്ക് സാധനം വയ്ക്കാം. ഇതിൻ്റെ ജസ്റ്റ് വയ്ക്കും, സെറ്റാണ്. പിന്നെ ഇതൊരു അമ്മയുടെ ഫേവറേറ്റ് പ്ലേസ് ആണ്. നമുക്ക് സാധനം സ്റ്റോറേജ് സ്പേസാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടിരിക്കുന്നത്. ഇഷ്ടംപോലെ സ്റ്റോറേജ് സ്പേസ് ഇട്ടിട്ടുണ്ട്. ഇഷ്ടംപോലെ സ്റ്റോറേജ് സ്പേസാണ്. അത് മാത്രമല്ല ഹിഡൻ ആയിട്ട് നമ്മുടെ ചൂല് അങ്ങനത്തെ ഐറ്റങ്ങളെല്ലാം നമ്മൾ വെളിയിടണ്ട. ഹിഡൻ ആയിട്ട് നമുക്കത് സൂക്ഷിക്കാം. അങ്ങനത്തെ ഒരു സ്പേസ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഒരു ബെഡ്റൂം കാണിക്കുകയാണ്. ഇത് എൻ്റെ പാരൻസ്, അമ്മയ്ക്ക് പിള്ളേർക്കും വേണ്ടിയുള്ളതാണ്. കുറച്ച് ഗിഫ്റ്റൊക്കെ ഒരു ഇന്നലത്തെ എൻ്റെയാണ്. ഇൻറ്റീരിയർ ടീമിൻ്റെ വളരെയധികം പ്രയത്നമുണ്ട്. അത്രയും ബ്യൂട്ടിഫുൾ ആക്കിയത് ഇൻറ്റീരിയർ ടീം തന്നെയാണ്. വിജിൻ, അതിനെ എടുത്തു പറയേണ്ട ഒരു പേരാണ് വിജിൻ്റെ ഐഡിയ. നമ്മളെല്ലാം ഒന്നും തൊട്ടിട്ടില്ല. പുള്ളി ഒരു ഡിസൈൻ പറയും, നമ്മൾ നോക്കും ഇഷ്ടപ്പെട്ടോ ഇല്ലയോ. പക്ഷേ അവൻ്റെ എല്ലാ ഡിസൈനും പറയാൻ വയ്യ, സൂപ്പറായിട്ടുണ്ട്. നല്ല ഡിസൈനാണ് ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത്. ഇതിൽ തന്നെ ഒരു ബേ വിൻഡോ ഉണ്ട്. നമ്മൾ റൂമിൻ്റെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഈ ബേ വിൻഡോ. ഇതിന് നമുക്ക് ഇരിക്കാനുള്ള വേറെ കസേരയൊന്നും ഇടണ്ട. ഇത് തന്നെ ഇരിക്കാം, കിടക്കാം, അങ്ങനത്തെ സ്പേസാണ് ഇത് വരുന്നത്. അതുകൊണ്ട് ഇറ്റ്സ് ഗുഡ്. പിന്നെ തന്നെ ഓരോ തീമാണ് ഇവിടെ. ബാത്റൂമിനൊക്കെ ഓരോ തീമും നമ്മൾ സ്പെസിഫൈ ആയിട്ടുണ്ട്. ഇത് നമ്മളെ ഫോട്ടോയല്ല, മേക്കപ്പിൻ്റെ സ്പേസാണ്. അത് തന്നെ നമുക്ക് കാണാൻ പറ്റും ബാത്റൂമിൽ. ഇതാണ് ഫസ്റ്റ് ബാത്റൂം. ഇത് റോസ് ഗോൾഡ് തീമിലാണ് വന്നിരിക്കുന്നത്. കെരോയിഡ് ബ്രാൻഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ മറ്റേതുപോലെ നമ്മൾ ഇഷ്ടമുള്ള ചൂസ് ചെയ്യുന്ന പരിപാടിയല്ല ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ ചെയ്തിരിക്കുന്നത് നമുക്ക് ഏതാണ് അവിടെ ഇഷ്ടപ്പെട്ട സാധനം അത് തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അല്ലാതെ ഒരു ബ്രാൻഡിനെ മാത്രമായിട്ട് ഇവിടെ എല്ലാ ബ്രാൻഡും കാണാൻ പറ്റും.
കാരണം നമുക്ക് അങ്ങനെ ബ്രാൻഡ് വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല. ഇതിപ്പോൾ ലൈറ്റ് ചെയ്തിങ്ങനെ ഫിലിപ്സ് ആണ്. അങ്ങനത്തെ ഓരോ കാര്യത്തിനും. ഇനി ബാലൻസ് ഉണ്ട്. ഇനി ഫസ്റ്റ് ഫ്ലോർ ഉണ്ട്, ഗസീബ ഉണ്ട് കാണാൻ. ഫസ്റ്റ് ഫ്ലോറിലാണ് ഇനി 4 ബെഡ്റൂം വരുന്നത്, പിന്നെ ഒരു ഗസീബ ഉണ്ട്. അതിനി അടുത്ത വീഡിയോയിൽ. പിന്നെ തിയേറ്റർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ ഒരു പുതിയ വീഡിയോ വെച്ചുകൊണ്ടിരിക്കുന്നത് തിയേറ്റർ ചെയ്യാനുള്ള ബേസിക് തൊട്ട് ഹൈ എൻഡ് ഏതായാലും ഏത് പ്രോഡക്റ്റ് ആയാലും നമുക്ക് ചെയ്യാൻ പറ്റും ട്രിവാൻഡ്രത്ത്. അതുകൊണ്ട് എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ എന്നെ ജസ്റ്റ് ഇൻഫോം ചെയ്യുക. നിങ്ങൾ ഞങ്ങളുടെയും കൂടെ കാണുക, ഡെമോ കാണുക. എന്നല്ല, ഇത് നമുക്ക് വീഡിയോയിൽ കൂടെ കാണിക്കാൻ പറ്റില്ല. ആ ഡെമോ നിങ്ങൾ ഫീൽ ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ. കാരണം ഇതിൻ്റെ ഇനി അടുത്ത സെക്ഷനിൽ ഞാൻ ഇതിൻ്റെ ഒരു ചെറിയൊരു തിയേറ്റർ ഉണ്ട്, അത് ചെയ്തിട്ടുണ്ട്. ഓഫീസ് പോർഷൻ പ്ലസ് ഗെയിം സ്റ്റേഷൻ പ്ലസ് ചെറിയൊരു തിയേറ്റർ, അതും ഉണ്ട്. ഇനി അടുത്ത വീഡിയോ നാളെ ഇടുന്നതാണ്. ഇന്ന് അത് എടുക്കാൻ പറ്റിയില്ല, മൊബൈലിൻ്റെ ചാർജ് തീർന്നുപോയി. ഇനി ആ സെക്ഷനും ഗസീബയാണ് ഇനി ഉള്ളത്, അത് ഞാൻ ഉടനെ ഇടും. അപ്പോൾ എന്തെങ്കിലും ഇതിൻ്റെ എൻക്വയറിയോ നിങ്ങൾക്കൊരു ഡെമോ കാണണമെന്ന് തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യുക, എന്നെ ഒന്ന് വിളിക്കുക, നമുക്ക് സെറ്റ് ചെയ്ത് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഫീൽ ചെയ്യാൻ പറ്റും. അത് വന്ന് കണ്ടവർക്ക് അറിയാം എന്താണ് അതിൻ്റെ ഫീലെന്ന്, ഡിഫറൻസ്. നിങ്ങൾ എങ്ങനെ തിയേറ്ററിൽ ഇരിപ്ലെക്സിൽ പോയി കാണുമോ അത്ര എഫക്റ്റ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും, അതാണ് ഗ്യാരണ്ടി. നിങ്ങൾ വന്ന് കാണുക. പിന്നെ ഇതിൽ നമുക്ക് ടാക്സ് പറയാൻ കുറവുണ്ട്. ഫസ്റ്റ് ഗസിലെ ബീച്ചൊക്കെ ഒരു പ്ലാൻ എങ്ങനെ നമ്മൾ പറയുന്ന നമ്മുടെ നീഡ്സ് എന്തെന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് തിരിച്ച് നമ്മുടെ ഫ്രണ്ടിൽ എത്തിക്കുക എന്ന് പറയില്ലേ, അതൊരു ചെറിയ കഴിവല്ല, അതൊരു ഉഗ്രൻ ടീമിൻ്റെ ഒരു വർക്കാണ്. ആ വർക്കിന് ഞാൻ എന്ത് പറഞ്ഞാലും അതിനൊരു 100% സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ, ഇതിൽ പിന്നിൽ ബിച്ചേട്ടൻ്റെ ഒരു ഹെഡാണെങ്കിലും അതിന് പിന്നിൽ കുറേ പേരുണ്ട്. നമ്മളെ ഇന്റീരിയർ വിജിറ്റ്, ഒയ്യോ ചെറുക്കൻ കൊച്ചാണെങ്കിലും തലയിൽ വരുന്ന എല്ലാം അങ്ങ് അപ്പുറമാണ്. അങ്ങനത്തെ ഒരു മനുഷ്യനാണ് അവൻ, സത്യം. അവന് അത്ര ഐഡിയാസാണ്, ഭയങ്കര ഐഡിയാസാണ്. അവന് ഈ വീടിന് വേണ്ടി നിങ്ങൾക്ക് കാണേണ്ട ഒരു കാഴ്ച, അതെനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഒരു തലേദിവസമൊക്കെ അവൻ ഓടി നടന്നാണ് ഈ ചെടി ഞാനും കൊടുക്കും, അവൻ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യണത്, അവനാണ് ഇത് സെറ്റ് ചെയ്യണം. അത് ഇവിടെ വേണം, അത് ഇത് വേണം, ഇത് വേണ്ട എന്നുള്ള സജഷൻസ് പറയണത് എല്ലാം അവനാണ്. പിന്നെ പറയേണ്ടത് അശ്വതിയാണ്. പിന്നെ കൺസ്ട്രക്ഷൻ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അടി ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ കൺസ്ട്രക്ഷൻ്റെ ഫുൾ ഇത് നോക്കിയിരുന്ന ഒരു പുലി എന്നൊക്കെ പറയാമെന്ന് പറഞ്ഞ സംഭവമാണ്. എന്ന് പറഞ്ഞാൽ ആ പുള്ളിക്കാരി എല്ലാത്തിലും കാണും, എവിടെ എന്ത് വിളിച്ചാലും ഉത്തരവുണ്ട്. അത് ചെയ്യാം അജു, അത് ചെയ്യാം. അതേപോലെ തന്നെ വിനോദയുടെ ആദ്യമൊക്കെ ചേട്ടൻ ഭയങ്കര ഉഴപ്പാണെന്ന് വെച്ചു, പക്ഷെ ഇതേപോലെ ഡെഡിക്കേറ്റഡ് മനുഷ്യനെ കണ്ടിട്ടില്ല. സീരിയസ് ആയിട്ട് ഒരു വർക്ക് നമ്മൾ ഇത് പറയാൻ നോ എന്നുള്ള ഉത്തരം ചേട്ടൻ്റെ വായിന്ന് ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, അത് ചെയ്യാം അജു, ഇത് ചെയ്യാം, അത് കുഴപ്പമില്ല, നമുക്ക് നോക്കാം, ഇതിങ്ങനെ ചെയ്യാം. ആ സജഷൻസിൽ അച്ഛൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് സജഷൻസ് വരുന്നുണ്ട്, അതും ഒരു രക്ഷയില്ലാത്തതാണ്. ഗസില്ല അത് ഒരു വിസിറ്റ് ചെയ്യേണ്ട പ്ലേസ് ആണ് കേട്ടോ. ഗസില്ല വരുന്നത് നമ്മളെ കവടിയാറാണ് വരുന്നത്. കവടിയാറ് നമ്മൾ കൊട്ടാരത്തിൻ്റെ ഹോഴ്സിൻ്റെ ഇതുണ്ടല്ലോ, ട്രെയിനിങ് സെൻറ്റർ, അതിൻ്റെ ഓപ്പോസിറ്റാണ്. അവർക്കൊരു എക്സ്പീരിയൻസ് സെൻറ്റർ തന്നെ അവിടെ ഉണ്ട്. അത് വിസിറ്റ് ചെയ്യേണ്ട സാധനമാണ്. നമുക്ക് എന്തൊക്കെ ഐഡിയാസ് അതിൽ തന്നെ തരും. ആ എക്സ്പീരിയൻസ് സെൻറ്ററിൽ കുറേ ഡെമോ ചെയ്തിട്ടുണ്ട് ചില റൂമുകൾ, അതൊക്കെ ഒന്ന് കാണും. പിന്നെ അവരുടെ പ്രോജക്ട്സ് എല്ലാം 1 ലെവലാണ്. ആ ഒരു ഡെഡിക്കേഷൻ നമ്മൾ എന്തായാലും വരും. പിന്നെ ഇനിയുണ്ട് പറയാൻ ആൾക്കാർ, ഇത്രയും ഗസിലേറെ ടീം. ഇനി നമുക്ക് UPVC ഡോസ് ചെയ്ത ടീമുണ്ട്, അവരും നല്ല സഹകരണമായിരുന്നു. അതിൽ പറഞ്ഞ പോലെ നമ്മൾ ഒരു ഫ്ലോറ് നമ്മൾ ഷൂട്ട് ചെയ്തില്ലേ, ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഒരു ഫ്ലോർ അതിന് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്ന് ഞാൻ ഷൂട്ട് ചെയ്യാണ്. ഇതും കൂടെ ആകുമ്പോൾ ഫസ്റ്റ് ഫ്ലോറും ഗസീബയുമാണ് ഇനി കാണിക്കാൻ പോകുന്നത്. ഇന്നലെ നമ്മൾ മിസ് ചെയ്തൊരു കാര്യമുണ്ട്, അത് കാണിക്കാൻ പറ്റില്ല. ഇതാണ് എൻ്റെ കിഡ്സ് വാൾ തന്നെ. അതൊരു മെയിൻ അട്രാക്ഷനാണ്. നമ്മുടെ ഡൈനിങ് ഹാളിൽ തന്നെ വരുന്നതാണ് കിഡ്സ് വാൾ എന്ന് പറഞ്ഞാൽ. ഇത് നമ്മൾ കൊച്ചിയിലെ ഇവരുടെ ഫോട്ടോഷൂട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇത് ദേവൻ്റെ കൊച്ചിയിലത്തെ ഒരു 14 ദിവസത്തെ കഴിഞ്ഞിട്ടുള്ള ഒരു ഫോട്ടോഷൂട്ടാണ്. അത് മാത്രമല്ല എൻ്റെ കൈയും കാലും ചെയ്യുന്ന അങ്ങനെ കുറച്ച് ഫോട്ടോഷൂട്ട്സിൻ്റെ വീഡിയോ. ഇതാണ് മിന്നുൻ്റെ എല്ലാം ഞാൻ സ്വന്തം ചെയ്തതാണ്. എക്സസറി എല്ലാം ആമസോണിൽ നിന്ന് വാങ്ങിച്ച് ചെയ്തതാണ്. ഇതെല്ലാം ഇപ്പോഴാണ് നമ്മൾ സൂക്ഷിക്കാൻ വേണ്ടി നമുക്കൊരു വാൾ കിട്ടുന്നത്. പഴയ വീട്ടിൽ ഈ സ്പേസ് ഇല്ലായിരുന്നു. അങ്ങനെ ഇതിനൊരു വാൾ ചെയ്തിട്ടുണ്ട്, അതാണിത് കാണുന്നത്. ഇനി നമുക്ക് മുകളിലോട്ട് പോകാം. ഇതാണ് മുകളിലോട്ട് പോകുന്നത്. ഇത് വർക്കിംഗ് ആണ്, സെൻസറിൽ വർക്ക് ചെയ്യുന്നതാണ്. നമ്മൾ പോകുന്നതനുസരിച്ച് സ്റ്റെപ്പ് ലൈറ്റ് കത്തി പോകും.
അതുമാത്രമല്ല ഇവിടെ ഒരു അട്രാക്റ്റീവ് ലൈറ്റും കൂടെ ഉണ്ട്. ഇത് ഞാൻ നോക്കി നടന്ന് വാങ്ങിച്ചതാണ്. നല്ല ബ്യൂട്ടിഫുള്ളാണ്. അത് വെളിയിൽ നിന്നും കാണാൻ പറ്റുന്ന ഒരു വ്യൂ ഉള്ള ലൈറ്റാണ്. എനിക്ക് എത്രത്തോളം ഇതിൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല മൊബൈലിൽ. ഇത് കയറി വരുന്നത് ഫസ്റ്റ് ഫ്ലോർ കയറി വരുന്നതാണ്. ഒരു മിനി തിയേറ്റർ എന്ന് പറയാം, എൻ്റെ ഓഫീസ് സ്പേസ് എന്ന് പറയാം, എൻ്റെ ഗെയിം സ്റ്റേഷൻ എന്ന് പറയാം. ഇത് റിക്ലൈനർ, മാനുവൽ റിക്ലൈനറാണ്. ഞാൻ ഇതൊന്നും ഓൺ ചെയ്യുന്നില്ല, കാരണം ഡെമോ കാണിക്കാൻ എന്ന് പറഞ്ഞാൽ ഡെമോ കാണിക്കാൻ ഇപ്പോൾ പറ്റില്ല ഞാൻ, കാരണം ഇപ്പോൾ ജസ്റ്റ് വന്ന് ഈ വീഡിയോ ഷൂട്ടിനാണ്. ഇത് ഞാൻ കളിക്കുന്ന പ്ലേ സ്റ്റേഷൻ ഹീറോസാണ്. അതെല്ലാം ഞാൻ ബൂസ്റ്റ് ചെയ്ത് ഇതിൽ വെച്ചിട്ടുണ്ട്, സൗണ്ട് പ്രൂഫ് ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. ഇതൊരു അടിപൊളിയാണ്. ഇത് 7.2.1 ആണ്. എന്ന് പറഞ്ഞാൽ അറ്റ്മോസിന് 2 സ്പീക്കറും അല്ലാതെ ബാക്കിൽ 2 സ്പീക്കർ, അതല്ലാതെ ഫ്രണ്ടിൽ 3 സ്പീക്കർ വിത്ത് സബ്. ഇതാ പറഞ്ഞാൽ പിന്നെ OLED TV ആണ്. നല്ലൊരു എഫക്റ്റാണിത്. അപ്പോൾ ഇതാണ് എൻ്റെ ഓഫീസ് സ്പേസ്. ഇത് കഴിഞ്ഞിട്ട് പോകുന്നത് ഒരു ഫോട്ടോ വാളാണ്. ഫോട്ടോ വാള് എന്ന് പറഞ്ഞാൽ എൻ്റെ മെമ്മറീസ്, ഞങ്ങൾ പോയ ടൂറ്, നമ്മുടെ ലൈഫിലെ എല്ലാ മെമ്മറീസും എല്ലാം ആടിയിട്ടുണ്ട്. നമ്മളെ എൻഗേജ്മെൻറ്റ്, കല്യാണം, കൊച്ച്, യാത്രകൾ, എല്ലാം ഫാമിലിയായിട്ട് മൂമെൻറ്റ്സ്, അതെല്ലാം ആഡ് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോ. പിന്നെ ജസ്റ്റ് അതിനൊരു സിറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ്. ഇനി നമ്മൾ പോകുന്നത് ഞങ്ങളുടെ റൂമിലേക്കാണ്. ലിഫ്റ്റ് കഴിഞ്ഞ് ഞങ്ങളുടെ റൂമിലേക്ക് കയറുമ്പോൾ സ്ട്രൈറ്റ് നടന്നു പോകില്ല, അതൊരു ഗ്ലാസ് പാർട്ടീഷനാണ്. അത് കഴിഞ്ഞ് ബെഡ് ഇങ്ങനെ കിടക്കുന്ന വിചാരിക്കൽ. ഇത് സ്മാർട്ട് ബെഡാണ്. ഇത് നമ്മളെ സ്ലീപ്പ് കമ്പനീൻ്റെ സ്മാർട്ട് ബെഡാണ്. ഇതിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ചൊക്കെ വരുത്തിയിട്ടുണ്ട്. ആ ചെടിയൊക്കെ എടുത്ത് ഞാൻ അപ്പുറത്ത് നിന്ന് ഇപ്പുറത്ത് വെച്ച് നമുക്ക് AC വർക്ക് കിടക്കണമുണ്ട്. വെളിയിറങ്ങണമെങ്കിൽ ഒരു AC ഇവിടെയാണ് പോർഷനാണ്. ഇതാണ് ഞങ്ങളെ ബെഡ്റൂം. ഞങ്ങളുടെ ബെഡ്റൂം പറയാമെന്ന് പറഞ്ഞാൽ ഒരു വലിയ റൂം എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഇത് നമുക്ക് സ്പേസ് കൂട്ടുന്ന ഒരു കാര്യം ഇവിടെ ചെയ്തിട്ടുണ്ട്. ഘടകം നമ്മൾ ഇരിക്കുമ്പോൾ കാണാം. ഫുൾ ഗ്ലാസ് ആണ് നമ്മൾ വാർഡ്രോബ് വരുന്നത്. താഴത്തെ അരിസ്ട്രോയുടെ സെയിം വാർഡ്രോബാണ് വരുന്നത്, പക്ഷേ അത് ഫുൾ ഓപ്പൺ ആണ്. അപ്പോൾ ഗ്ലാസും കൂടെ വരുന്നതുകൊണ്ട് നമുക്ക് ഈ റൂമിൻ്റെ സ്പേസ് വല്ലാതായിട്ട് കൂടുതൽ ഫീൽ ചെയ്യും. അതേ സെയിം നല്ല സ്മൂത്ത് ആയിട്ടുള്ള അരിസ്ട്രോയുടെ ബ്രാൻഡഡ് സാധനം. അത് എനിക്ക് ഒന്നും പറയല്ല. അരിസ്ട്രോ അത് ഒന്നൊന്നര ബ്രാൻഡാണ്. ആർക്കും ട്രൈ ചെയ്യണമെങ്കിൽ ഈ ബ്രാൻഡ് സീരിയസ്ലി പറയുന്നു, ഈ ബ്രാൻഡ് ട്രൈ ചെയ്യണം. ഇറ്റ്സ് എ സൂപ്പർ ബ്രാൻഡാണ്. പിന്നെ ഇത് സ്ലീപ്പല്ല, ഇത് ഒരു രക്ഷയില്ല കേട്ടോ. ഇതാണ് നാസയുടെ അംഗീകൃതമായ 0 ഗ്രാവിറ്റി മോഡ് എന്ന് പറഞ്ഞ സാധനം. നമ്മൾ ബെഡ് ഞാൻ അത് കാണിച്ച ഷീറ്റ് മാറ്റി കാണിച്ചു തരാം. ബെഡ് കിടക്കുന്ന ഒരു ഷേപ്പ് കണ്ടോ. ഇതൊരു ഞാൻ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് പറയണം, ഒരു രക്ഷയില്ല സംഭവം. നമ്മൾ അന്ന് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പാല് കാച്ച് കഴിഞ്ഞിട്ട് ഇതാണ് ഇവിടെയാണ് ഈ 0 ഗ്രാവിറ്റി പോർഷനിൽ കിടന്നത്. ഇത്രയും നടുവേനായിട്ട് വന്നിട്ട് രാവിലെ എണിച്ചപ്പോൾ ഒന്നുമില്ല. അതവർ പറയണ പരസ്യം പോലെ തന്നെ സൂപ്പർ തിങ്ങാണ്. പിന്നെ ഉള്ളത് നമ്മുടെ ബാൽക്കണിയാണ്. ഞങ്ങൾ ബാൽക്കണി കുറച്ചും കൂടെ സ്പെസിഫിക്കേഷനൊക്കെ ഉള്ളതാണ് കേട്ടോ. അതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു ഗ്ലാസ് വാക്കബിളാണ്, ഗ്ലാസ്സാണ്. ഇത് നേരെ കാണുന്ന നമ്മളെ താഴത്തെ ട്രീ, നമ്മൾ ഇന്നലെ പോയ ട്രീയിലാണ്. അതിൻ്റെ മുകളിലാണ് ഒരു സ്വിങ് ഇട്ടിട്ടുണ്ട്. സ്വിങ്ങിൻ്റെ പറഞ്ഞാൽ ഇത് രാവിലത്തെ വ്യൂ ആണെങ്കിൽ കുറച്ചും കൂടെ കാണിക്കുന്നത്. ഇത് നൈറ്റ് ആയി പോയി. മൊത്തം പൂവും എല്ലാം പൂത്ത ഒരു സ്ഥലമാണ്. നമ്മൾ ജിയോളജിക്കൽ സർവേ ആണ് നമ്മൾ ഫ്രണ്ടിൽ കാണുന്നത്. ഒരു സൈലൻ്റാണ്, ഭയങ്കര കാറ്റാണ് ഇവിടെ. അതിന് ബൂസ്റ്റ് ചെയ്യാൻ ചെറിയ ചെടികൾ വെച്ചിട്ടുണ്ട്. അതിന് ഭംഗിക്ക് വേണ്ടി ഒരു 2 ക്യാൻഡിൽ ലൈറ്റ് പോലത്തെ ഒരു ലൈറ്റ്. ഇവിടെ നിന്ന് ആടി ഇരിക്കാം. നല്ല നൈറ്റ് നല്ല വ്യൂ ആയിരിക്കും, കാണാനും ശരി തന്നെ. പക്ഷെ ഞാൻ ഇരിക്കുന്നത് ഗ്ലാസിൻ്റെ മണ്ടയിലാണ്. അത് കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടെ. ഒരു ഗ്ലാസിൻ്റെ മണ്ടയിലാണ് ഇരിക്കുന്നത്. അതും നമ്മൾ ഫുൾ നില താഴെ പോകുന്ന ഗ്ലാസ്സാണ്. ഞാൻ കാണിച്ചത് ഈ വ്യൂ ഒരു രക്ഷയില്ലാത്തതാണ് കേട്ടോ. ഇപ്പോൾ ഇത് മരം പൂത്തിരിക്കുകയാണ്, ഫുൾ പൂത്തിട്ടുണ്ട്. അതൊരു ഭംഗിയാണ് കേട്ടോ. മേക്കപ്പിന് വേണ്ടി ലക്ഷ്മിക്കുള്ള സ്പേസ് അവളുടെ ഇഷ്ടം പോലെയാണ് ചെയ്തിരിക്കുന്നത്. കുറേ ആക്സസറിയിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ അടുക്കി വയ്ക്കാനേ എല്ലാം ബ്യൂട്ടി തിങ്സൊക്കെ അടുക്കി വയ്ക്കാനുള്ള ഒരു ആക്സസറീസും ആമസോണിൽ നിന്ന് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു ഉഗ്രം ബാത്റൂമാണ്. കാരണം ഇതിൽ ഏറ്റവും കോസ്റ്റ്, ബാക്കി എല്ലാത്തിനും എക്യുപ്മെൻറ്റ് കോസ്റ്റ് ആണെങ്കിൽ ഇതിൽ ഒരു പ്രോഡക്റ്റ് കാരണം ഈ ബാത്റൂം ഭയങ്കര കോസ്റ്റാണ്. അതാണ് ഇത് ഹാൻസ് ഗ്രോയുടെ ഷവർ. ഈ ഷവറിന് ഒരു പ്രത്യേകത ഉണ്ട്. പൗഡർ ഷവർ എന്നാണ് പറയുന്നത്. പൗഡർ ഷവർ നമ്മൾ പൗഡർ ദേഹത്ത് ഇടുന്ന പോലെ ഇരിക്കും ഈ ഷവർ ഉപയോഗിക്കുന്നത്. അത്ര ലൈറ്റാണ് വാട്ടർ വരുന്നത്. അതവരുടെ ഒരു പാറ്റൻ്റ് സാധനമാണ്. പക്ഷെ അത് പൊളിയാണ് കേട്ടോ, ഒന്നും പറയല്ല. അത് പൊളി ഐറ്റമാണ്. ആ ഷവറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഹാൻസ് ഗ്രോവയുടെ ഷവറാണ്. ഹാൻസ് ഗ്രോവർ ബ്രാൻഡിൻ്റെ ഷവറാണ്. അതൊരു പാറ്റൻ്റ് സാധനമാണ്. പാറ്റൻ്റ് എന്ന് പറഞ്ഞാൽ അതൊരു പൗഡർ ഷവറാണ് അത് വരുന്നത്. പൗഡർ ഷവർ എന്ന് പറയുമ്പോൾ നമ്മൾ പൗഡർ ശരീരത്തിൽ ഇടൂലേ, ആ ഒരു ലൈറ്റ്നെസ് ഇല്ലേ, ആ ലൈറ്റ്നെസ് പോലെ ആയിരിക്കും അതിൽ വരുന്ന വെള്ളം.
അതുകൊണ്ട് അത് ഭയങ്കര കോസ്റ്റ് ആയിട്ടുള്ളതാണ്. ഈ ബാക്കിയുള്ള ബാത്റൂമുകളിൽ കോസ്റ്റ് കൂടുതലാണ്, പക്ഷേ ഇതിൻ്റെ ആ ഷവർ കാരണം മാത്രം ഇവിടുത്തെ കോസ്റ്റ് ഭയങ്കര കൂടുതലായിപ്പോയി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് 2 റൂമുണ്ട്. അതിൽ ഫസ്റ്റ് അടുത്ത റൂം ഇതാണ്. ഇത് താഴത്തെ അതേ സെയിം അളവുള്ള റൂമാണ്, പക്ഷേ ഡിസൈൻ ചേഞ്ച് ഉണ്ട്. ഇത് ഞങ്ങൾ പഴയ കട്ടിലാണ്, അതിനെ ഈ മോഡേൺ ലീലിലേക്ക് മാറ്റിയതാണ്. മറ്റേതിലേക്ക് ഇവിടെ ഒരു നമ്മളെ ഒരു കബോർഡ്, വലിയ കബോർഡാണ്. ഞാൻ നേരത്തെ പറഞ്ഞ അരിസ്റ്റോയുടെ കബോർഡ് വരും. ഇതിൽ അരിസ്റ്റോയുടെ കബോർഡ് വന്നിട്ടില്ല, അതുകൊണ്ട് സ്പേസ് ഭയങ്കര കൂടുതലാണ് റൂമിന്. പിന്നെ സെയിം അതാണ്. പിന്നെ ഇവിടെ ബ്ലാക്ക് തീമാണ് ഞാൻ കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് തീം ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഏത് പ്രോഡക്റ്റ് എടുത്താലും ജാഗ്വാറിൻ്റെ എല്ലാം ലീഫ് മോഡലാണ്. നമ്മൾ പറഞ്ഞ വാഷിംഗ് ആയാലും എല്ലാം ലീഫ് മോഡലായിരിക്കും എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ഹിഡൻ ഫീച്ചർ, അത് ഞാൻ മറ്റേ ബാത്റൂമിലൊന്നും കാണിച്ചില്ല. ഒരു ഹിഡൻ ഫീച്ചർ ഇതിൽ ചെയ്തിട്ടുണ്ട്. അത് മാക്സിമം നിങ്ങൾ ചെയ്യണത് നല്ലതായിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ ബാത്റൂമുകളിൽ സ്ഥിരം ഫീച്ചറിൻ്റെ ആദ്യം അത് പറഞ്ഞാൽ ഹിഡൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എല്ലാം സ്ഥിരം ബാത്റൂമിൽ പോകുമ്പോൾ കാണുന്നതാണ്. നമ്മളെ കക്കൂസ് കഴിയുന്ന ടോയ്ലറ്റിൻ്റെ ബ്രഷ് തുടങ്ങിയ എല്ലാം നമ്മൾ ഈ വെളിയിൽ വെച്ചിരിക്കും. അപ്പോൾ കാണുമ്പോൾ തന്നെ ഒരു വൃത്തിയാണ്. ഇവിടെ ഞാനൊരു ഐഡിയ ചെയ്തിട്ടുണ്ട്, അത് കാണിച്ചു തരാം. നമ്മൾ കഥ തുറന്ന കഥവിൻ്റെ ബാക്കിൽ ഒരു ഹിഡൻ വാതിലുണ്ട്, ഒരു ഹിഡൻ സ്പേസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ബാത്റൂമിൻ്റെ ബ്രഷും എല്ലാം വയ്ക്കാം. അത് നല്ലൊരു ഐറ്റമാണ്. എല്ലാവരും മാക്സിമം അത് ചെയ്യുന്നത് നന്നായിരിക്കും. ഞങ്ങൾ അടുത്ത റൂം, ഇതൊരു ചേച്ചിയൊക്കെ വന്നാൽ ഉപയോഗിക്കാൻ വേണ്ടിയ ഒരു റൂമായിട്ടാണ് കാണുന്നത്. ഇതിലെല്ലാ വിൻഡോസും ഓപ്പണാണ്. ഇത് നല്ല വ്യൂ ഉള്ള സ്ഥലമാണ്. കാരണം നമുക്ക് വിൻഡോസ് ഓപ്പൺ വരുന്നതുകൊണ്ട് നല്ല ചെറിയ റൂമും അതിൻ്റെ കൂടെ ഒരു ബാത്റൂം. ഇതെല്ലാം ഡ്രോപ്പാണ് ഇവിടുത്തെ ചെയ്തിരിക്കുന്നത്. വാട്ടർ ഡ്രോപ്പിൻ്റെ മറ്റേ തുള്ളി വീഴുന്ന അതേ ഷേപ്പിലുള്ള ജാഗ്വാറിൻ്റെ ഐറ്റമാണ് എടുത്തിരിക്കുന്നത്. പോകുന്നത് നമ്മളെ യൂട്ടിലിറ്റി സ്പേസാണ്, വെളിയിൽ ഒട്ടുള്ളതാണ്. ഇത് 3 ഡോറാണ് വരുന്നത്. ഇവിടെയാണ് നമ്മളെ വാഷിംഗ് മെഷീൻ സ്പേസ് വരുന്നത്. വാഷിംഗ് മെഷീൻ അതിനുള്ള വെക്കാനുള്ള സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. നനച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഹാങ് ചെയ്യാന്നുള്ള ഓപ്ഷൻ ഇട്ടിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് മുകളിലോട്ട് പോവുകയാണ്. മുകളിലോട്ടുള്ള ഇനി അടുത്ത ഗസീബയാണ് കാണാൻ പോകുന്നത്. കയറി വരുമ്പോൾ ഇത് മൊത്തം സോളാറാണ്. ഇവിടെ 15 കിലോ വോൾട്ടിൻ്റെ സോളാർ പൊസിഷനാണ് കെട്ടിക്കുന്നത്. 15 കിലോ വോൾട്ടിൻ്റെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 11 റണ്ണിങ് ആണ്, സ്റ്റാർട്ട് ചെയ്ത് റണ്ണിങ് ആണ്. പിന്നെ സോളാർ ഹീറ്ററിൻ്റെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ നമ്മൾ നോർമലി വാട്ടർ ഫിൽറ്റേഴ്സ് 2 യൂണിറ്റ് വാട്ടർ ഫിൽറ്റർ ചെയ്തിട്ടുണ്ട്. ഇത് പ്രഷർ പമ്പിൻ്റെ ഇതാണ്. വാട്ടർ യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ കിണറിൽ നിന്ന് വരുന്നത്, ഇത് നമ്മൾ പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളവും ചെയ്യുന്നുണ്ട്. ഇത് ചെയ്ത ഗുണമെന്ന് പറഞ്ഞാൽ ഈ ചെളി പിടിക്കുന്ന വെള്ളം, ഇപ്പോൾ സ്റ്റീൽ വയ്ക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, നമുക്ക് വാട്ടർ ടാങ്ക് സ്റ്റീൽ വയ്ക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതിന് പകരം ബെനിഫിറ്റ് ഇതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റേ റേറ്റ് കൂടുതലാണ് ആണെങ്കിൽ. ഇതാണ് മൈ ഫേവറേറ്റ് പ്ലേസ്, ഗസീബോ. ഇത് ശകലം ക്ലീൻ അല്ല, കാരണം അന്ന് പാലുകാച്ചിൻ്റെ അന്നും മറ്റേ ലിഫ്റ്റിൻ്റെ പരിപാടി നടക്കുകയായിരുന്നു, അതുകൊണ്ട് അത് ക്ലീൻ അല്ല. എന്നാലും കാണിക്കുക, ഗസീബോ ഇസ് പാർട്ടി സ്പേസ് ആണ്. നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ നടത്തണമെങ്കിൽ ഇവിടെ നടത്താം. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ 1:30 വന്നാലും 2:30 ഉച്ചയ്ക്ക് വന്നാലും മുടിഞ്ഞ തണുപ്പാണ്. കാരണം കാറ്റ്, അപ്പുറത്ത് ഞാൻ പറഞ്ഞില്ലേ ഇത് നമ്മളെ ജിയോളജി സർവേയിൽ നിന്ന് ഉള്ള കാറ്റ്, നിങ്ങൾക്ക് ഇപ്പോഴും ഇവിടെ നിന്നെങ്കിൽ ഇത് ഫീൽ ചെയ്യായിരുന്നു. ജിയോളജി സർവേ ആണ് വരുന്നത്. ഇവിടെ മരങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പുറ സൈഡ്, നമുക്ക് വേറെ ഒന്നുമില്ല, മരം മാത്രമേ ഉള്ളൂ. അവിടെ നിന്നുള്ള കാറ്റ് നമ്മളത് കട്ട് ചെയ്താണ് പോകുന്നത്. അതുകൊണ്ട് ഈ സ്പേസ് കയറുമ്പോൾ തന്നെ ഒരു കൂൾ ഫീലാണ് വരുന്നത്. ഇതാണ് ഫുള്ളാണ് എൻ്റെ വീട്.